ഇന്നലെ ലൈവിൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. ആ സംഭാഷണത്തിനകത്ത് അവർ പറയുന്നുണ്ട്, ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, പുറത്ത് 100 പേരിത് കാണുമ്പോൾ ഒരു 20 പേരെങ്കിലും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ടാകും. 10 ലക്ഷം പേര് പുറത്ത് ഉണ്ടെങ്കിൽ അതിൽ 3 ലക്ഷം പേരെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ടാകും. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, 3 ലക്ഷമൊന്നും ഇല്ലെങ്കിലും ഒരു 30,000 എങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഓ 30,000 3,000 പോലും ഉണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല. ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇവരുടെ ഈ ഒരു കോംബോ പുറത്ത് നെഗറ്റീവായിട്ട് പോകുന്നു എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അഥവാ അങ്ങനെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ എന്നിട്ടും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നുകിൽ ഇവരുടെ ഈ പോക്ക് പ്രണയം എന്ന് പറയുന്നതിലേക്കുള്ളൊരു പോക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്, പക്ഷെ തുറന്നു പറയുന്നില്ല. അതല്ലെങ്കിൽ ആക്ച്വലി അവരെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. ഓഡിയൻസിന് പൊതുവേ അവരുടെ ഗെയിം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതൊരു ഫ്രണ്ട്ഷിപ്പാണെന്ന് അവർ എത്ര ഫ്രെയിം ചെയ്ത് വയ്ക്കാൻ ശ്രമിച്ചാലും ഓഡിയൻസിന് അത് അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷെ അവരും മനസ്സിലാക്കി കഴിയുന്നുണ്ട് പുറത്ത് നെഗറ്റീവാണെന്ന്. ഒരുപക്ഷെ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോഴും ചില ഹിൻറ്റുകൾ കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ നിന്നൊന്നും അവർ പിന്തിരിയാൻ തയ്യാറല്ല. അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വരെയും അവരവരുടെ ആ ഒരു ഗെയിമിനകത്ത് ഒരു മാറ്റവും ഇതുവരെയും വരുത്തിയിട്ടില്ല. അതിനർത്ഥം പുറത്ത് നെഗറ്റീവ് ആയാലും അവർക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ തൽക്കാലമെങ്കിലും താല്പര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.